പത്മരാജൻ്റെ ഒരു സിനിമയുണ്ട്. ദേശാടനക്കിളി കരയാറില്ല എന്നാണ് ആ സിനിമയുടെ പേര്. നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് ചിത്രം പറയുന്നത്. സിനിമകളിൽ മാത്രം കണ്ടു പരിചയിച്ച സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. മലപ്പുറത്ത് നിന്ന് രണ്ട് പെൺകുട്ടികൾ തീവണ്ടി കയറി. ലക്ഷ്യം മഹാനഗരമായ മുംബൈ. മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ഇടപെടലിൽ ഒടുവിൽ പെൺകുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താനായി. എന്നാൽ ഈ സംഭവം ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ പേരന്റിംഗ് എന്ന ചട്ടക്കൂട് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഈ സംഭവം വിളിച്ചു പറയുന്നു. പെൺകുട്ടികളെ കണ്ടെത്തി പൂനെയിൽ എത്തിച്ചിട്ടുണ്ട്. പൂനെയിലെ ലോണാവാലയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. പിന്നീട് പെൺകുട്ടികളെ പൂനെയിലെ തന്നെ കെയർ ഹോമിലേക്ക് മാറ്റി. വീട്ടിലേക്കില്ലെന്നാണ് പെൺകുട്ടികൾ ആദ്യം പറഞ്ഞത്. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും നാട്ടിൽ വന്നാലും വീട്ടിലേക്കില്ലെന്നും പെൺകുട്ടികൾ പറഞ്ഞു. ഒരു സന്നദ്ധ പ്രവർത്തകനുമായി പെൺകുട്ടികൾ സംസാരിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് പെൺകുട്ടികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഫോൺ ലൊക്കേഷനാണ്. പെൺകുട്ടികളെ കണ്ടെത്തുന്നതിന് മുമ്പായിരുന്നു സന്നദ്ധ പ്രവർത്തനവുമായി കുട്ടികൾ സംസാരിച്ചത്. തങ്ങൾക്ക് 18 വയസ്സായെന്നാണ് പെൺകുട്ടികൾ പറഞ്ഞത്. വീട്ടുകാർ വയസ്സ് കുറച്ച് പറയൂ എന്ന് അവർ പറയുന്നു. ആര് പറഞ്ഞാലും വീട്ടുകാർ കേൾക്കില്ല. അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യും. ആരെങ്കിലും പറഞ്ഞാൽ 2-3 ദിവസം കുഴപ്പമില്ലാതെ പെരുമാറും. പിന്നീട് വീണ്ടും വീട്ടുകാർ പഴയപോലെയാകും, പെൺകുട്ടികൾ പരാതി പറഞ്ഞു. ബുധനാഴ്ച ഉച്ചയോടെയാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് കടന്നു കളഞ്ഞത്. സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയതായിരുന്നു കുട്ടികൾ. എന്നാൽ പരീക്ഷ എഴുതാതെ നാട് വിടുകയായിരുന്നു. മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. പുലർച്ചെ 1:45 ലോണാവാലയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. കുട്ടികളെ തിരിച്ചറിഞ്ഞ റെയിൽവേ പോലീസാണ് പെൺകുട്ടികളെ തടഞ്ഞുവെച്ചത്. ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ, ഷഹദ, അശ്വതി എന്നീ വിദ്യാർത്ഥികളെയാണ് കാണാതായത്. തുടർന്ന് രാത്രിയോടെ പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയെന്ന വിവരം ലഭിച്ചു. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. അവരുടെ കയ്യിൽ രാവിലെ 200 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നെന്നാണ് പെൺകുട്ടികളിൽ ഒരാളുടെ പിതാവ് പറഞ്ഞത്. കുട്ടികൾ മുംബൈയിലെ സലൂണിലെത്തി മുടി വെട്ടിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഹെയർ ട്രീറ്റ്മെൻറ്റിനായി 10,000 രൂപയാണ് പെൺകുട്ടികൾ സലൂണിൽ ചെലവഴിച്ചത്. ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയെന്നും സംശയമുയർന്നു. ഒരു സ്വർണ്ണമോതിരം വാങ്ങിക്കൊടുത്തിരുന്നു. അത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് പിതാവ് പറയുന്നത്. മുടി സ്ട്രെയിറ്റ് ചെയ്യണം, പുരുകം ത്രെഡ് ചെയ്ത് ജീൻസും ഉടുപ്പും ഇടണമെന്നൊക്കെ ആഗ്രഹം വീട്ടിൽ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തനിക്ക് അതൊന്നും ഇഷ്ടമല്ലെന്നും ഇപ്പോൾ ചെയ്യേണ്ട എന്നും താൻ മകളെ വിലക്കിയിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. ടൂർ പോകാനും യാത്ര ചെയ്യാനും നല്ല ആഗ്രഹമുള്ള കുട്ടിയാണ് മകൾ. വീട്ടിൽ നിന്ന് ചെന്നൈ, ഗുജറാത്ത്, മുംബൈ എന്നിവിടങ്ങളിലൊക്കെ മകളെ കൊണ്ടുപോയിട്ടുണ്ട്. മകൾ ആഗ്രഹിച്ച രീതിയിൽ ചിലപ്പോൾ യാത്രകൾ നടത്താൻ സാധിച്ചിട്ടില്ലായിരിക്കുമെന്നും പിതാവ് പറഞ്ഞു.